നിങ്ങളൊരു പ്രവാസിയാണോ? എങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. നിങ്ങൾ വളരെ സാധാരണമാണെന്ന് കരുതി ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും വരെ പിഴ കിട്ടാൻ സാധ്യതയുണ്ടെന്നറിയാമോ? ഇന്ത്യയുടെ ഫെമ നിയമങ്ങൾ അത്രയ്ക്ക് കർശനമാണ്. ഒരു ചെറിയ അശ്രദ്ധ മതി, വലിയ വില കൊടുക്കേണ്ടി വരും. അതെ, തമാശയല്ല. നിങ്ങൾ കേട്ടത് ശരിയാണ്. നിയമം ലംഘിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും വലുതാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു നിയമലംഘനം നടത്തി അത് തുടരുകയാണെങ്കിൽ ഓരോ ദിവസത്തിനും 5000 രൂപ വെച്ച് പിഴ വരാം. ഇതിനൊരു അപ്പർ ലിമിറ്റ് ഇല്ല എന്നതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു വർഷമാവുമ്പോഴേക്കും ഇത് 18 ലക്ഷം കടക്കും. ഇനി വർഷങ്ങളായി ഇതേ തെറ്റ് ആവർത്തിക്കുന്ന ആളാണെങ്കിലോ പിഴ കോടികളിലേക്ക് പോകും, ഉറപ്പാണ്. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമുക്ക് അറിയാതെ തന്നെ ഇത്രയും വലിയ പിഴകൾ കിട്ടുന്നത്, പിന്നെ പ്രവാസികൾ സാധാരണ വരുത്തുന്ന ബാങ്ക് അക്കൗണ്ടിലെ പണം അയക്കുമ്പോഴുള്ള, പിന്നെ സ്ഥലം വാങ്ങിക്കുമ്പോഴുള്ള പ്രധാന തെറ്റുകൾ. ഏറ്റവും അവസാനം ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടോ എന്നും നോക്കാം. പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന്. പക്ഷെ ഫെമയുടെ മുന്നിൽ ആ കളി നടക്കില്ല. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തോ അറിയാതെ ചെയ്തോ എന്നൊന്നും അവിടെ വിഷയമല്ല. തെറ്റ് ചെയ്താൽ അത് തെറ്റുതന്നെയാണ്, പിഴ ഉറപ്പാണ്. അപ്പോ നമുക്ക് ഒന്നാമത്തെ തെറ്റിലേക്ക് കടക്കാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ വരുത്തുന്നൊരു തെറ്റാണിത്. ഇത് നിങ്ങളുടെ പഴയ നാട്ടിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചാണ്. നിങ്ങൾ വിദേശത്തേക്ക് പോയ നിമിഷം മുതൽ ആ അക്കൗണ്ട് ഒരു ബാധ്യതയായി മാറുകയാണ്. ഫെമ നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളൊരു NRI ആയി കഴിഞ്ഞാൽ നാട്ടിലുണ്ടായിരുന്ന ആ പഴയ സേവിങ്സ് അക്കൗണ്ട് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. അത് അതേപടി വെക്കാനും പാടില്ല. നിർബന്ധമായും അതൊരു NRO അക്കൗണ്ടായി മാറ്റണം. പക്ഷെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ജോലി കിട്ടി വിദേശത്തേക്ക് പോകുന്നവരൊക്കെ നാട്ടിലെ ഇൻവെസ്റ്റ്മെന്റിനും വാടക കിട്ടാനുമൊക്കെ ഈ പഴയ അക്കൗണ്ട് തന്നെ ഉപയോഗിക്കും. അത് നിയമപ്രകാരം വലിയൊരു തെറ്റാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ ഉത്തരവാദിത്തം 100% നിങ്ങൾക്കാണ്, നിങ്ങളുടെ ബാങ്കിനല്ല. ബാങ്ക് ചിലപ്പോഴിത് നിങ്ങളോട് പറഞ്ഞെന്ന് വരില്ല. കാരണം നിയമം പിടിക്കുന്നത് നിങ്ങളെയാണ്, ബാങ്കിനെ അല്ല. അതുകൊണ്ട് ബാങ്ക് പറഞ്ഞില്ലല്ലോ എന്നൊരു ഒഴികഴിവ് അവിടെ വിലപ്പോവില്ല. ഇത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതും ഒരുപാട് പേർ ചെയ്യുന്ന, പക്ഷെ അതിന്റെ അപകടമറിയാത്തൊരു കാര്യമാണ്: പണം നാട്ടിലേക്ക് അയക്കുന്ന രീതി. നിങ്ങൾ ഹവാല എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ഹവാല? സിമ്പിളായി പറഞ്ഞാൽ, ബാങ്ക് വഴിയോ മറ്റ് അംഗീകൃത മണി ട്രാൻസ്ഫർ സർവീസുകൾ വഴിയോ അല്ലാതെ നാട്ടിലേക്ക് പണം അയക്കുന്ന എന്തിനേയും ഹവാല എന്ന് പറയാം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വിദേശത്തുള്ള നിങ്ങളുടെ സുഹൃത്തിന്റെ കയ്യിൽ കുറച്ച് പണം കൊടുത്തിട്ട് അതിന് തുല്യമായ ഇന്ത്യൻ രൂപ നാട്ടിലുള്ള നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇതും നിയമത്തിന്റെ കണ്ണിൽ ഒരു ഹവാല ഇടപാടാണ്. ഇത് സീരിയസ് ക്രൈമാണ്. എന്തിനാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? ചെറിയൊരു ലാഭത്തിനു വേണ്ടിയല്ലേ? ബാങ്കിന് കൊടുക്കേണ്ട കമ്മീഷനോ എക്സ്ചേഞ്ച് റേറ്റിലെ ചെറിയൊരു വ്യത്യാസമോ നിങ്ങൾ ലാഭിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ഇത്രയുമായിരിക്കും. വെറും ഒരു 5000 രൂപ. ഒരു വലിയ തുക അയക്കുമ്പോൾ ഇത്രയും ലാഭിക്കാമല്ലോ എന്ന് കരുതിയാണ് പലരും ഈ റിസ്ക് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ നേരിടാൻ പോകുന്ന പിഴയോ, അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 90 ലക്ഷം രൂപ വരെ. അതെ, നിങ്ങൾ അയച്ച തുകയുടെ 3 ഇരട്ടി വരെ പിഴ വരാം. അതായത് നിങ്ങളൊരു 30 ലക്ഷം രൂപയാണ് ഹവാല വഴി അയച്ചതെങ്കിൽ 90 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വന്നേക്കാം. ഇതുമാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽപ്പെട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ജയിലിൽ പോകാനും വരെ സാധ്യതയുണ്ട്. ആലോചിച്ചു നോക്കൂ, ആ 5000 രൂപ ലാഭിക്കാൻ വേണ്ടിയെടുത്ത റിസ്ക് എവിടെ ചെന്ന് അവസാനിച്ചെന്ന്. അടുത്തത്, പ്രവാസികൾ ഇന്ത്യയിൽ സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലർക്കും ഇതേപറ്റി വ്യക്തമായ ധാരണയില്ല. NRIകൾക്ക് ഇന്ത്യയിൽ എല്ലാത്തരം സ്വത്തുകളും വാങ്ങാൻ അനുവാദമില്ല. ഈ കാണുന്നത് പോലെ നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടോ അല്ലെങ്കിൽ കടകളോ ഓഫീസുകളോ പോലുള്ള വാണിജ്യ കെട്ടിടങ്ങളോ വാങ്ങുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാരണവശാലും കൃഷിഭൂമി, ഫാം ഹൗസ് അല്ലെങ്കിൽ തോട്ടങ്ങൾ എന്നിവയൊന്നും വാങ്ങാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. ഒരേ ഒരു എക്സെപ്ഷൻ, നിങ്ങൾക്ക് പാരമ്പര്യമായി ഇത് കിട്ടുകയാണെങ്കിൽ കൈവശം വെക്കാം, അല്ലാതെ വാങ്ങാൻ പറ്റില്ല. ശരി, നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതുപോലെ സാധാരണയായി വരുന്ന മറ്റ് ചില തെറ്റുകളും, ഇനി അഥവാ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെയൊരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ അതിൽ നിന്ന് തലയൂരാൻ ഒരു വഴിയുണ്ടോ എന്നും നോക്കാം. ഒരു ഒറ്റമൂലി. വേറെ ചില തെറ്റുകൾ കൂടി കേട്ടോളൂ. ഞാനിത് 20 കൊല്ലം മുൻപ് ചെയ്തതല്ലേ, ആരും പിടിക്കില്ല എന്ന് കരുതരുത്.
തെറ്റു തുടരുന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടാം. NRI ആയ ശേഷം റെസിഡന്റ് FD പുതുക്കുന്നത്, തിരിച്ചു നാട്ടിലെത്തിയ ശേഷം NRE FDയിലെ ടാക്സ് ഫ്രീ സൗകര്യം ഉപയോഗിക്കുന്നത്, പഴയ റെസിഡന്റ് ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നിയമലംഘനങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു തെറ്റു പറ്റിപ്പോയല്ലോ എന്ന്. പേടിക്കണ്ട, ഒരു ആശ്വാസ വാർത്തയുണ്ട്. കോടതി കയറി ഇറങ്ങാതെ നിയമപരമായി തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു വഴിയുണ്ട്. ഇതിനെയാണ് കോമ്പൗണ്ടിംഗ് എന്ന് പറയുന്നത്. വളരെ ലളിതമാണ്. ഒന്നാമതായി നിങ്ങൾ സ്വയം മുന്നോട്ട് വന്ന് RBIയെ സമീപിക്കണം. രണ്ടാമത് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ഔദ്യോഗികമായി സമ്മതിക്കണം. മൂന്നാമതായി അവർ കണക്കാക്കുന്ന ഒരു പിഴ അടച്ച് ആ കേസ് അവിടെ തീർക്കാം. ഇതോടെ കോടതി, കേസ്, ജയിൽ തുടങ്ങിയ വലിയ തലവേദനകളിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾ മനഃപൂർവ്വം ഒരു ക്രിമിനൽ ഉദ്ദേശത്തോടെയാണ് ആ തെറ്റ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം നിങ്ങളുടെ പേരിൽ ഒരു FIR ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ടിംഗ് ഓപ്ഷൻ കിട്ടില്ല. ഇത് അറിവില്ലായ്മ കൊണ്ട് പറ്റിയ തെറ്റുകൾക്ക് മാത്രമാണ്. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ലക്ഷ്യം ടെൻഷനില്ലാത്തൊരു ജീവിതമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ തെറ്റുകളൊക്കെ ഒഴിവാക്കുക. ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ മടിച്ചു നിൽക്കരുത്, ഒരു എക്സ്പേർട്ടിന്റെ സഹായം തേടുക. കാരണം ഫെമ നിയമങ്ങൾ അത്ര സിമ്പിളല്ല. ഒരു പ്രൊഫഷണൽ ഉപദേശം എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് പോകുന്നതിനു മുൻപ് നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, എന്റെ സാമ്പത്തിക ഇടപാടുകൾ, എന്റെ നിക്ഷേപങ്ങളൊക്കെ 100% സുരക്ഷിതമാണോ? മനസ്സിലൊരു ചെറിയ അല്ല എന്നുണ്ടെങ്കിൽ പോലും കാത്തിരിക്കരുത്. ഉടൻ തന്നെ ഒരു വിദഗ്ധനെ സമീപിക്കുക. അതൊരു വലിയ തലവേദന ഭാവിയിൽ ഒഴിവാക്കിത്തരും.